Good morning, students. Welcome to today's class. We are discussing about finite word length effect, okay, in DSP or digital filters. So we have already discussed the effect of a quantization. Okay. The effects is due to the quantization of errors. Okay, error quantization of numbers. Sorry, number quantized ചെയ്യുമ്പോഴാണ് errors വരുന്നത് അല്ലെങ്കിൽ effects വരുന്നത്. So mainly there are three errors നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. That is quantization error, product quantization, input quantization error, product quantization error, and coefficient quantization error. അങ്ങനെ ത്രീ ടൈപ്സ് quantizations നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ, product quantization error, and coefficient quantization error. Okay, so these three errors we have already ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുമ്പോൾ ആ എറർ, അതായത് നമ്മുടെ ഒരു ഇൻപുട്ട് സിഗ്നൽ ഒരു സാമ്പിളറിലൂടെയും അതുപോലെ തന്നെ നിർത്തിവിട്ട സാമ്പിൾസ് x NT എന്നുള്ള സാമ്പിൾ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ക്വാണ്ടൈസേഷൻ എറർ വരുന്നത്, ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ വരുന്നത്. ഓക്കെ, സാമ്പിളറിലൂടെ എക്സ് ഓഫ് എൻ വരും. സോ T=NT എന്നുള്ള ഫോമാറ്റിൽ നമ്മൾ അതിനെ സാമ്പിൾ ചെയ്യും. എന്നിട്ട് ക്വാണ്ടൈസർ വഴി ഇവിടെ സാമ്പിൾഡ് വേർഷൻ XQ(n) കിട്ടും. ഓക്കെ, സോ ഇവിടെയുള്ള എറർ എന്ന് പറഞ്ഞാൽ E(n)=XQ(n) മൈനസ് X(n) ആയിരുന്നു. ദാറ്റ് ഈസ് കാൾഡ് ക്വാണ്ടൈസ്ഡ് എറർ ഓർ അനലോഗ് ടു ഡിജിറ്റൽ നോയ്സ് എറർ. ഇവിടെ Q സ്റ്റെപ്പ് സൈസ്, അതായത് ലെവൽസ് ബിറ്റ്വീൻ ക്വാണ്ടൈസ്ഡ് ലെവൽസ് തമ്മിലുള്ള സ്റ്റെപ്പ് സൈസ് Q is equal to 2⁻⁵ ആയിരുന്നു. B is equal to number of bits. ഇവിടെ ക്വാണ്ടൈസേഷൻ നോയ്സ് ഒക്കെ ചെയ്യാനുള്ള കാരണം റൗണ്ടിങ് ആൻഡ് ട്രങ്കേഷൻ വഴിയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എററിനെ കുറിച്ച് പറയാം. വാട്ട് ഇസ് ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ? ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്താ ക്വാണ്ടൈസേഷൻ എറേഴ്സ് arises when a continuous signal is converted to digital value. Okay, so this quantization error given as E(n) is equal to XQ(n) minus X(n), where XQ(n) is the sampled quantized value and X(n) is the sampled unquantized value, right? So ഇനി നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാണ്ടൈസേഷൻ പ്രൊസീജിയർ, ഓക്കെ, നമുക്ക് ട്രങ്കേഷൻ വഴി അതുപോലെ തന്നെ റൗണ്ടിങ് വഴി നമുക്ക് ക്വാണ്ടൈസേഷൻ ചെയ്യാം. സോ ഇഫ് എ നമ്പർ ഈസ് റൗണ്ടഡ്, ഒരു നമ്പർ റൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു എററിന്റെ റേഞ്ച് വാരി ചെയ്യുന്നത് -Q/2 ലെസ് ദാൻ ഈക്വൽ ടു E(n) ലെസ് ദാൻ ഈക്വൽ ടു Q/2 ആണ്. അതായത് ഒരു നമ്പറിനെ നമ്മൾ റൗണ്ടിങ് ചെയ്യുമ്പോൾ എറർ വരുന്നത്. ഓക്കെ, ക്വാണ്ടൈസേഷൻ എറർ ഡ്യൂ ടു റൗണ്ടിങ് കൊണ്ട് ഉണ്ടാകുന്ന ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച്, ആ എററിന്റെ റേഞ്ച് ഫ്രം -Q/2 ലെസ് ദാൻ ഈക്വൽ ടു E(n) ലെസ് ദാൻ ഈക്വൽ ടു Q/2 ഈ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഇതെന്താ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റൗണ്ടിങ് എന്ന് പറയുമ്പോൾ ആ റൗണ്ട് ചെയ്ത് നമ്മുടെ ആ വാല്യൂ നമ്മുടെ നോർമൽ വാല്യൂന്റെ ഒന്നെങ്കിൽ ലെസ് ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ആവാം, ആ ഒരു റേഞ്ചിലാവാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആക്ച്വൽ വാല്യൂ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആക്ച്വൽ വാല്യൂ ആവാം, ബിക്കോസ് അത് നമ്മൾ റൗണ്ട് ചെയ്യാണ്. ഇപ്പൊ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് 0 ആണെങ്കിൽ ആ വാല്യൂ അതുപോലെ എഴുതും, ഇപ്പോൾ 1 ആണെങ്കിൽ അതിലോട്ട് 1 ആഡ് ചെയ്തിട്ട് എഴുതും. ഓക്കെ, സോ അത് -Q/2ന്റെയും Q/2ന്റെയും ഇൻ ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ് ആണ് എന്ത് ക്വാണ്ടൈസേഷൻ എറർ വരുന്നത് ഇൻ കേസ് ഓഫ് റൗണ്ടിങ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ലെറ്റ് X(n) is equal to 0.70 എന്നുള്ളൊരു X(n) ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് XQ(n) ആയിട്ട് ക്വാണ്ടൈസ് ചെയ്യണമെങ്കിൽ X(n)ന്റെ വാല്യൂ ലെറ്റ് ഇറ്റ് ബി 0.10111100 ഇങ്ങനെ ഒരു എക്സെട്ര ഉള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ രജിസ്റ്ററിൽ എന്താവില്ല, സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 3 ബിറ്റ് ആയിട്ടാണ് ഇതിനെ സേവ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നു ബൈ യൂസിങ് റൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത് എന്നെങ്കിൽ നമുക്ക് 3 ബിറ്റ് ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, സോ 101 വെച്ചു. സോ അതിനുശേഷം ഇവിടെ 1 ആയതുകൊണ്ട്, റൈറ്റ്, 1 ആയതുകൊണ്ട് ഇതിലോട്ട് 1 ആഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് 0.101 അങ്ങനെ തന്നെ വെക്കും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആക്ച്വൽ വാല്യൂൻ്റെ ഉള്ള കുറവ് കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യണം, ഈ വാല്യൂ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ വാല്യൂൻ്റെ കൂടുതൽ വാല്യൂ കിട്ടും. സോ we can see, let's see that XQ(n) അതായത് ക്വാണ്ടൈസ്ഡ് വാല്യൂ is equal to 0.101 എടുക്കും. എന്നിട്ട് ഈ അടുത്തുള്ള സംഖ്യ 1 ആണെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്യും, 0 ആണെങ്കിൽ 101 അങ്ങനെ വെക്കും. ഓക്കെ, now 1 ആയതുകൊണ്ട് ആഡ് ചെയ്തു. സോ 1 + 1 is 0 with remainder 1, carry 1, then 1 + 0 is 1, then 1. So 0.110 എന്നാണ് നമുക്ക് XQ(n) വാല്യൂ കിട്ടിയത്. സോ ദിസ് ഇസ് ഈ
0.110 value 0.75 and decimal value. So by comparing this x of n and xq of n, we can note that there is a difference in 0.05. അപ്പോൾ 0.05 error ഉണ്ട്. Okay. So here error is equal to xq of n minus x of n, that is equal to 0.05. Okay. So it satisfy the inequality. ഈ ഒരു നമുക്ക് തന്ന inequality satisfy ചെയ്യുന്നുണ്ട്. Okay. അപ്പോൾ step size less than or equal to value ലാണ് വരിക. Okay. Then next നമ്മൾ പറയുന്നത് quantization. The other type quantization can be done by using truncation. Truncation method യൂസ് ചെയ്തിട്ടാണ് quantization ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ എററിന്റെ റേഞ്ച് ആണ് -q ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഓഫ് എൻ ലെസ് ദാൻ 0. ഈ ഒരു ഫോമാറ്റിലായിരിക്കും എററിന്റെ ഫോമാറ്റ് വരുന്നത് quantization by using truncation മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. So that's all about this, that is input quantization. ഇനി നമുക്ക് ഇൻപുട്ട് ക്വാണ്ടൈസേഷനിൽ നെക്സ്റ്റ് ഓക്കെ ഇത് ക്വാണ്ടൈസേഷന്റെ റൗണ്ടിങ്ങിലും അതുപോലെ തന്നെ ട്രങ്കേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ. ഇത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ റൗണ്ട് ഓഫ് എററിൽ വരികയാണെങ്കിൽ -q/2 to q/2 ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് 1/q വരും പ്രോബിലിറ്റി ഡെൻസിറ്റിന്റെ കേസിൽ. ഇവിടെ അതുപോലെയാണെങ്കിൽ -q to 0 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രങ്കേഷന്റെ കേസിൽ -q to 0 ആണ് ആ എററിന്റെ പ്രോബിലിറ്റി വരുന്നത്, -q to 0 വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1/q. ഓക്കെ. എറർ പ്രോബിലിറ്റി അങ്ങനെയാണ് വരുന്നത്. ഇനി റൗണ്ടിങ് വരികയാണെങ്കിൽ ക്വാണ്ടൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. സ്റ്റെപ്പ് സൈസ്, ഓരോ സ്റ്റെപ്പ് സൈസ് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിങ്ങിന്റെ കേസിൽ സ്റ്റെപ്പ് സൈസ് എന്താ +q/2 to -q/2. സോ q/2 -q/2 3q/2 5q/2 അങ്ങനെ ഇവിടെ പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ 1/2 റേഞ്ചിൽ വരും. q/2 q 2q അങ്ങനെ ആണ് ഈ ഒരു റേഞ്ചിൽ xq of n പോകുന്നത്. ഇവിടെ x of n q/2 3q/2 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. സോ അതിൽ ഡിഫറെന്റ് ചേഞ്ചസ്, നല്ല ചേഞ്ചസ് വരുന്നുണ്ട് ഇൻ കേസ് ഓഫ് റൗണ്ടിങ്ങിൽ. ഓക്കെ. ഇൻ കേസ് ഓഫ് ട്രങ്കേഷന്റെ കേസിൽ നമ്മൾ സ്റ്റെപ്പ് സൈസ് നോക്കുമ്പോൾ q അതായത് എന്താണ് ചേഞ്ച് അത്രയാണ് എററിലും അതുപോലെ തന്നെ ഓക്കെ എറർഡ് ക്വാണ്ടൈസ്ഡ് സിഗ്നലിലും അൺക്വാണ്ടൈസ്ഡ് സിഗ്നലിലും ഏകദേശം ഒരേ സ്റ്റെപ്പ് സൈസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്റ്റെപ്പ് സൈസ് ഡിഫറെന്റ് ആണ്. ഓക്കെ. ഡിഫറെന്റ് സ്റ്റെപ്പ് സൈസ് ആണ് ഇവിടെ വരുന്നത് ഇൻ കേസ് ഓഫ് റൗണ്ടിങ്. ട്രങ്കേഷനിൽ സെയിം സ്റ്റെപ്പ് സൈസ്. ഓക്കെ. ദെൻ ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ. ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എററിനെ നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ, ദാറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ. ഓക്കെ. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ അടിക്കാം. Digital processing of analog signal quantization error is commonly viewed as additive noise signal. ഇതിലൊരു അഡിറ്റീവ് സിഗ്നൽ ആയിട്ട് നമ്മൾ ക്വാണ്ടൈസേഷൻ നോയ്സിനെ എററിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അഡിറ്റീവ് നോയ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് xq of n എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടൈസ്ഡ് വാല്യൂ വിൽ ബി ഈക്വൽ ടു x of n പ്ലസ് എറർ. ഓക്കെ. നമ്മുടെ x of n കൂടെ ഒരു എറർ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആവും xq of n. ഒബ്വിയസ്ലി ഇത് ക്വാണ്ടൈസ്ഡ് വാല്യൂ ആണ്. സോ അൺക്വാണ്ടൈസ്ഡ് വാല്യൂവിന്റെ കൂടെ എറർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും xq of n കിട്ടും. ഓക്കെ. സോ എററിന്റെ ആ ഒരു ഇക്വേഷൻ അങ്ങനെ ചെയ്താലും മതി. ദെൻ നെക്സ്റ്റ് ഇനി ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡലാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഒരു ഇൻപുട്ട് x of n സാമ്പിളർ വഴി x of n നമ്മൾ എന്ത് ചെയ്തു സാമ്പിൾ ചെയ്തു ആൻഡ് വി ഗെറ്റ് x of nt. ഇത് സാമ്പിൾ t is equal to ntയിൽ സാമ്പിൾ ചെയ്തു ക്വാണ്ടൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് xq of n. ഓക്കെ. ഇത് നോർമൽ ക്വാണ്ടൈസേഷൻ എററിൽ വരുന്നത്. ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ ഇൻപുട്ട് നോയ്സ് പവറിൽ ആ ഒരു കേസിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ കാണുന്ന കേസിൽ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് സാമ്പിളിങ് ചെയ്തു x of n കൊടുത്തു. ഈ ക്വാണ്ടൈസറിലോട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്, ക്വാണ്ടൈസർ എന്താ ചെയ്യുന്നത് ആഡ് ചെയ്യാണ്. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ എറർ എപ്പോഴും അഡിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ xq of n എന്നുള്ളത് xq of n എന്ന് പറഞ്ഞാൽ എന്താ x of n, അതായത് ഇതിന് വരുന്ന x of n പ്ലസ് e of n ഒരു എറർ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു ആൻഡ് വി ഗെറ്റ് ദ റിസൾട്ട് xq of n. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ക്വാണ്ടൈസറിനെ ഒരു നോയ്സ് മോഡലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. സോ ക്വാണ്ടൈസർ നമുക്കൊരു ആഡർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് വരുന്ന x of n എറർ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ xq of n. ഓക്കെ. സോ xq of n is equal to x of n plus e of n. ഓക്കെ. Therefore, A to D converter output is the sum of the input signal x of n and the error signal. Okay. ഇതിന്റെ ഔട്ട്പുട്ട് പറയുമ്പോൾ ഇൻപുട്ട് സിഗ്നലിന്റെ എറർ സിഗ്നലിന്റെ സം ആണ്. ഓക്കെ. If rounding is used for quantization, then quantization error xq of n
is bounded by minus q by 2 less than or equal to u of n less than or equal to q by 2. In most cases, we can assume that the analog to digital conversion error E of n has the following properties. ഓക്കെ, റൗണ്ടിങ്ങിലാണ് ക്വാണ്ടൈസേഷൻ വരുന്നത്. നമ്മൾ പറഞ്ഞു ഓക്കെ, ക്വാണ്ടൈസേഷൻ എറർ അറൈസ് ചെയ്യുന്നത് ഡ്യൂ ടു റൗണ്ടിങ് കാരണമാണ്. റൗണ്ടിങ്ങും ട്രങ്കേഷനും കാരണം ചെയ്യാം. റൗണ്ടിങ് കാരണമാണ് ചെയ്യണമെങ്കിൽ അവിടെ ആ എററിന്റെ വാല്യൂ റേഞ്ചസ് ഫ്രം മൈനസ് ക്യൂ ബൈ 2 ടു ക്യൂ ബൈ 2ലാണ് റേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ഉണ്ടാവുന്ന എററിന് ഇ ഓഫ് എന് ഇത്രയും ഒരു 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ എററിന് ഉണ്ടാവുന്ന കാണപ്പെടുന്ന 3 പ്രോപ്പർട്ടീസ് ആണത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, the error sequence E of n is a sample sequence of the stationary random process. Okay, this error sequence is a stationary random process ആയിരിക്കും. ഓക്കെ, ഒരു റാൻഡം പ്രോസസ്സിലാണ് ഈ എറേഴ്സ് ഫോം ചെയ്യുന്നത്. Then next, the second, the error sequence is uncorrelated with x of n and other signals in the system. It is not correlated with x of n. Okay, x of n ആയിട്ട് ഒരു റിലേഷനും ഇല്ല എറർ സിഗ്നൽ. ആദ്യം എറർ സിഗ്നൽ പറഞ്ഞ് ഇറ്റ്സ് എ സ്റ്റേഷനറി റാൻഡം പ്രോസസ് ആയിരിക്കും എറർ സിഗ്നൽ. റാൻഡ് ആയിട്ടായിരിക്കും ഓരോ ടൈമിലും ഓരോ എറേഴ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓരോ സീക്വൻസിലും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ എറർ സീക്വൻസ് എന്താ, ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ അൺകോറിലേറ്റഡ് ആണ്. ആൻഡ് ഓൾസോ അതർ സിഗ്നൽസിനെ ഒന്നും റിലേറ്റ് ചെയ്തിട്ടില്ല error sequence. And the property of the error sequence is third property is the error is a white noise process with uniform amplitude probability distribution over the range of quantization error. So quantization error നോക്കുകയാണെങ്കിൽ ഈ എറർ ഒരു വൈറ്റ് നോയ്സ്, ഓക്കെ, വൈറ്റ് നോയ്സ് പ്രോസസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, 1/q നമ്മുടെ കിട്ടിയത്. സോ ആംപ്ലിറ്റ്യൂഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എറർ ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി എ വൈറ്റ് നോയ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ക്വാണ്ടൈസേഷൻ നോയ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ്. ഓക്കെ, then in the case of rounding, the E of n lies in between minus q by 2 and q by 2 with the equal probability. The variance of E of n is given by. ഇനി നമുക്ക് വേരിയൻസ്, നമുക്കറിയാം മീൻ ആൻഡ് വേരിയൻസ്. ഓക്കെ, വേരിയൻസിന്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ ആണ്. സോ സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ സ്ക്വയർ ഓഫ് എൻ മൈനസ് ഇ സ്ക്വയർ ഓഫ് എക്സ്പെക്ടേഷൻ സ്ക്വയർ ഓഫ് ഇ ഓഫ് എൻ. സോ ഇ ഓഫ് എൻ എന്ന് പറയുന്നത് ഇവിടെ എറർ ആണ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ എറർ. സിഗ്മ ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയൻസ് ആണ്. സോ വേരിയൻസ് ഇൻ കേസ് ഓഫ് റൗണ്ടിങ്ങിൽ എങ്ങനെയാണ് വേരിയൻസിന്റെ വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. സോ സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു, സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇ സ്ക്വയർ ഇ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് ഇ ഓഫ് എൻ മീൻ വാല്യൂ ഓഫ് ഇ ഓഫ് എൻ ആണ്. സോ ഇ സ്ക്വയർ ഇ ഓഫ് എൻ ഈ ഒരു ടേം 0 ആയിരിക്കും ഇൻ കേസ് ഓഫ് റൗണ്ടിങ്. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ഇ സ്ക്വയർ എൻ ക്യാൻ ബി റെപ്രസെന്റ് ആസ് 1/q ഇന്റഗ്രൽ. അതിന്റെ ലിമിറ്റ് വരുന്ന മൈനസ് ക്യൂ ബൈ 2 ടു ക്യൂ ബൈ 2. ഇതിന്റെ എറർ വരുന്നത് ഇ സ്ക്വയർ ഓഫ് എൻ ഡി ഇ എന്നുള്ള ഫോമിലാണ്, മൈനസ് 0 സ്ക്വയർ. ഓക്കെ, ഈ ടേം 0 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത വി ഗെറ്റ് സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 12. സോ സിംപ്ലി നമ്മുടെ ഒരു ക്വാണ്ടൈസേഷൻ എറർ ഡ്യൂ ടു റൗണ്ടിങ് കൊണ്ട് ഉണ്ടാകുന്ന ക്വാണ്ടൈസേഷൻ എറർ വിച്ച് വിൽ ലൈസ് ഇൻ ബിറ്റ്വീൻ മൈനസ് ക്യൂ ബൈ 2 ടു ക്യൂ ബൈ 2 ഈ റേഞ്ചിലാണ് ലൈ ചെയ്യുന്നത്. സോ അതിന്റെ വേരിയൻസ് സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 12. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് സൈസ് ആണ്. സോ ഇതിന്റെ ക്വാണ്ടൈസേഷൻ എറർ വാരിയൻസ് സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 12 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 7.7. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ക്യൂന്റെ വാല്യൂ അറിയാം. വി നോ ദാറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു 2 റേസ് ടു മൈനസ് ബി എന്നാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് സൈസ് ക്യൂ ഇസ് ഈക്വൽ ടു 2 റേസ് ടു മൈനസ് ബി. സോ വി ആർ അപ്ലൈങ് ദ വാല്യൂ ഓഫ് ക്യൂ ഹിയർ. സോ സിഗ്മ ഇ സ്ക്വയർ റൗണ്ടിങ്ങിന്റെ കേസ് ക്യൂ സ്ക്വയർ ബൈ 12 ആണ്. ഇവിടെ നമ്മൾ ക്യൂ സ്ക്വയറിന്റെ വാല്യൂ 2 റേസ് ടു മൈനസ് ബി അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 2 റേസ് മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ 12 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 റേസ് ടു മൈനസ് 2b ബൈ 12. ദാറ്റ് ഇസ് സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 റേസ് ടു മൈനസ് 2b ബൈ 12. സോ സിഗ്മ ഇ സ്ക്വയർ നമ്മൾ ബിറ്റ്സിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ സിഗ്മ ഇ സ്ക്വയറിന്റെ വാല്യൂ 2 റേസ് ടു മൈനസ് 2b ബൈ 12 ആണ് വെൻ ക്വാണ്ടൈസേഷൻ ഡൺ ബൈ യൂസിങ് റൗണ്ടിങ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് ട്രങ്കേഷൻ വഴിയാണ് ക്വാണ്ടൈസേഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ എറർ വാരീസ് ഫ്രം 0 ടു മൈനസ് q, റൈറ്റ്. സോ ഈ ഒരു വാരിയൻസ് ഇസ് ഈക്വൽ ടു 1/q. ഓക്കെ, ഈ സെയിം സംഭവമാണ്, പക്ഷെ ഇതിന്റെ ലിമിറ്റ് മാറി. ദാറ്റ് ഇസ് മൈനസ് q ടു 0 ഇ സ്ക്വയർ ഓഫ് എൻ ഡി മൈനസ് q ബൈ 2. ഓക്കെ, ഇതിന്റെ വാല്യൂ മൈനസ് q ബൈ 2 ആണ് വരുന്നത്. ദെൻ this 1/q into e square of n will, this value നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we get that is q square by 3 minus q square by, okay, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ q square by 4. q square by 3 minus q square by 4 we get q square by 12. So in case of truncation also the variance value is
q square by 12. So by applying q is equal to 2 raised to minus p, we get sigma e square is equal to 2 raised to minus 2p 12. So in both cases, അതായത് quantization error due to rounding and also due to truncation വഴിയും റൗണ്ടിങ് വഴിയും നമുക്ക് quantization error കിട്ടുമ്പോൾ അതിന്റെ variance രണ്ടിനും സെയിം ആണ്. That is equal to 2 raised to minus 2p by 12. Okay. In both cases, the value sigma e square equal to 2 raised minus 2b by 12, which is known as the steady state noise power due to input quantization. Input quantization ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന steady state noise power ആണ്, that is sigma e square. Okay. Steady state noise power. Sigma e square ne variance എന്ന് പറയും, അല്ലെങ്കിൽ steady state noise power. Noise power. Okay. Now let's sigma x square എന്ന് പറയുമ്പോൾ സിഗ്നലിന്റെ വേരിയൻസ് ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ ആൻഡ് ഇറ്റ്സ് വേരിയൻസ് ഓക്കെ, ഇൻപുട്ട് സിഗ്നലിന്റെ വേരിയൻസ് സിഗ്മ എക്സ് സ്ക്വയർ ആണെങ്കിലും അതുപോലെ തന്നെ നോയ്സിന്റെ വേരിയൻസ് സിഗ്മ ഇ സ്ക്വയർ ആണെങ്കിലും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് സിഗ്മ എക്സ് സ്ക്വയർ സിഗ്നലിന്റെ വേരിയൻസ് ബൈ noise variance, so that is sigma x square by sigma e square, that is equal to sigma x square by 2 raised to minus 2b by 12, that is 12 into 2 raised to 2b into sigma x square. Okay, this is the final result. Okay, this is the SNR value. This is the variance value of rounding and truncation. Okay, ഇത്രയാണ് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എററിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ. Okay, due to analog to digital conversion, noise one can represent the quantized input to a digital system with the impulse response x of n. Okay, noise അവിടെ ആഡർ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഔട്ട്പുട്ട് നോയ്സ് പവറിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നോയ്സിനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി എക്സ് ഓഫ് എൻ ഇൻപുട്ട് വന്നു. ഓക്കെ, ദിസ് ഇസ് ദ സാമ്പിൾഡ് വേർഷൻ. ഇത് എന്തിലോട്ട് കൊടുത്തു? ഓക്കെ, നമ്മൾ ആഡ് റൈറ്റ് കൊടുത്തു. ഓക്കെ, ഇ ഓഫ് എൻ കിട്ടി. ദെൻ വി ഗെറ്റ് എക്സ് ക്യൂ ഓഫ് എൻ. ഈ എക്സ് ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ക്വാണ്ടൈസ്ഡ് വാല്യൂ ആണ്, ക്വാണ്ടൈസ്ഡ് ഡിജിറ്റൽ വാല്യൂ. ഇത് നമ്മൾ ഒരു ഇമ്പൾസ് റെസ്പോൺസ് സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് ആയി കൊടുത്തു. സോ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ. ഓക്കെ, സോ ഈ എച്ച് ഓഫ് എന്നിന്റെ ഇൻപുട്ട് വരുന്നത് അതിൽ എറർ ഇ ഓഫ് എൻ വരികയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇമ്പൾസ് റെസ്പോൺസിന്റെ ഔട്ട്പുട്ട് ആണ് എപ്സിലോൺ ഓഫ് എൻ. ഓക്കെ, representation of analog to digital conversion noise. Okay, conversion noise ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് ദ ക്വാണ്ടൈസ്ഡ് ഇൻപുട്ട് ഡിജിറ്റൽ സിസ്റ്റം വിത്ത് ഇമ്പൾസ്. ഓക്കെ, ഈ ഒരു ക്വാണ്ടൈസ്ഡ് ഇൻപുട്ട് നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത ഇൻപുട്ട് ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് ഇത് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഇൻപുട്ടിലോട്ട് കൊടുത്താൽ വി ഗെറ്റ് ആൻഡ് ഔട്ട്പുട്ട് വൈ ഓഫ് എൻ. ഓക്കെ, സോ എക്സ് ക്യൂ ഓഫ് എൻ നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എൻ ഉള്ള ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് ആയി കൊടുക്കുമ്പോൾ വി ഗെറ്റ് വൈ ഓഫ് എൻ. സിമിലർ വേ ഈ എക്സ് ക്യൂ ഓഫ് എന്നിനകത്ത് എന്തുണ്ട്, എറർ ഉണ്ട്. സോ എററിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ആയിട്ട് ഈ എറർ കൊടുക്കുമ്പോൾ വി ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ആസ് എപ്സിലോൺ എൻ. ഓക്കെ, സോ എപ്സിലോൺ എൻ ഇസ് ഈക്വൽ ടു, സോ കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എപ്സിലോൺ ഓഫ് എൻ ഇസ് ഈക്വൽ ടു, so let epsilon n be the output noise due to quantization of the input. ഇൻപുട്ടിനെ ക്വാണ്ടൈസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നോയ്സ് ആണ് എപ്സിലോൺ എൻ. ഈ എപ്സിലോൺ എൻ ഇസ് ഈക്വൽ ടു ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഓക്കെ, കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്തു. ദാറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു 0 to n എച്ച് ഓഫ് കെ ഇ റേസ് ടു n മൈനസ് കെ. ഓക്കെ, കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഇനി ഔട്ട്പുട്ട് വേരിയൻസ്. ഓക്കെ, ഇതിന്റെ ഈ ഔട്ട്പുട്ടിൽ വരുന്ന എപ്സിലോണിന്റെ വേരിയൻസ് കാണാം. സോ വേരിയൻസ് സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to k എച്ച് സ്ക്വയർ ഓഫ് എൻ. ഓക്കെ, ഈ ഒരു ഫോർമുല നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ വേരിയൻസ് ഓഫ് എറർ, ദിസ് ഇസ് ദ ഔട്ട്പുട്ട് വേരിയൻസ്. ഓക്കെ, വേരിയൻസ് ഓഫ് ദ ഔട്ട്പുട്ട്. ഓക്കെ, വേരിയൻസ് ഓഫ് ഔട്ട്പുട്ട്, ദിസ് ഇസ് ദ വേരിയൻസ് ഓഫ് ഇൻപുട്ട്. ഇവിടെ എറർ ആണ് ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. സോ വേരിയൻസ് ഓഫ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് ഇൻപുട്ട് ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു 0 to k എച്ച് സ്ക്വയർ ഓഫ് എൻ. ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് C of n is equal to sigma epsilon square into 0 x of n. Okay, സെയിം ആക്കി എഴുതി. ഇതിൽ നമുക്ക് പാസവേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ്. ഓക്കെ, നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് എന്ന് പറയുമ്പോൾ സിഗ്മ എപ്സിലോൺ. ഓക്കെ, സിഗ്മ എപ്സിലോൺ ആണ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ്. അത് നമുക്ക് പാസവേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ, സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് ആണ് സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു
summation n equal to 0 to infinity h square of n. ഈ ടേമിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. That is sigma epsilon square is equal to sigma e square by 2 pi j closed integral h of z z inverse dz. Okay, a closed corner of integration is around the unit circle mod z equal to 1, in which case only the poles that lies inside the unit circle are evaluated using the residue theorem. ഈ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ z വരുമ്പോൾ യൂണിറ്റ് സർക്കിളിന്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ക്ലോസ്ഡ് സർക്കിൾ ആണ്. സോ ആ സെഡിന്റെ വാല്യൂ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ മാത്രമേ പോൾസ് ലൈ ചെയ്യുന്നത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിളിലുള്ള പോൾസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇത് റെസിഡ്യൂ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ചെയ്യാൻ. സോ once more the output variance, steady state output variance sigma epsilon square is equal to sigma e square by 2 pi j closed integral h of z into h z inverse dz. Okay, സോ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന റെസിഡ്യൂ തിയറം ഞാൻ പ്രോബ്ലം വരുമ്പോൾ പറയാം. സോ റെസിഡ്യൂ തിയറം വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ യൂണിറ്റ് സർക്കിളിന്റെ അകത്തുള്ളതേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിറ്റ് സർക്കിളിന്റെ പുറത്തുള്ള പോൾസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. ബിക്കോസ് ദിസ് ഇന്റഗ്രേഷൻ ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രേഷൻ inside the unit circle. Okay, so moving to the first question, the output signal of an analog to digital converter is passed through a first order low pass filter. ഞാൻ പറഞ്ഞ ഒരു ഡിജിറ്റൽ ഫിൽറ്ററിലൂടെ നമ്മുടെ സിഗ്നൽ പാസ് ചെയ്തു, ദാറ്റ് ഈസ് എക്സ് ക്യൂ ഓഫ് എൻ പാസ് ചെയ്യുമ്പോൾ the transfer function is given by h of z is equal to 1 minus a z by z minus a for 0 less than a less than 1, that is inside the unit circle. Find the steady state output noise power due to the quantization at the output of the digital filter. Okay, digital filter output നമ്മൾ quantization കൊടുത്താൽ what is the steady state output noise? That is sigma epsilon square ആണ് ഇവിടെ ചോദിച്ചത്. Okay, then we have sigma epsilon square general equation, that is sigma e square 1 by 2 pi j closed integral h of z inverse dz. Okay, now we have h of z is equal to 1 minus a into z by z minus a, also given in the already given in the question. From here we have to find h z inverse. So replace z by z inverse, then we get 1 minus a into z inverse by z inverse minus a. So we get h of z and h of z inverse. Then simply substitute this value to this equation, that is steady state output noise power equation. Okay, so sigma epsilon square is equal to sigma e square 1 by 2 pi j closed integral 1 minus a, so 1 minus a into this term, this h of z into h of z inverse, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. സോ ന്യൂമറേറ്റർ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 minus a into 1 minus a we get 1 minus a the whole square z into z inverse. സോ z ഉം z inverse എന്തായി മാറും, ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, ന്യൂമറേറ്ററിൽ പിന്നെ ഇവിടെ ഒരു z ഇൻവേഴ്സ് ഉണ്ടാവും, ആ ഒരു z ഇൻവേഴ്സ് ഇവിടെ ഇട്ടു. ഓക്കെ, സോ ന്യൂമറേറ്റർ ഒന്നുകൂടി നോക്കാം. 1 minus a we get 1 minus a all square z into z inverse we get 1 here. എന്നിട്ട് ഇക്വേഷനിൽ h of z into h of z inverse into z inverse ഉണ്ട്. സോ ആ ഒരു z inverse ഞാൻ ഇവിടെ എഴുതി into dz. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ ആണ് z minus a into z inverse a, z inverse minus a. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇനി റെസിഡ്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ റെസിഡ്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു റെസിഡ്യൂ ഓഫ് എച്ച് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ് ഇൻവേഴ്സ്. ഓക്കെ, ഈ ഒരു ഇത്രയും സെക്ഷൻ ഓക്കെ h of z inverse at z is equal to a plus residue of h of z inverse at z is equal to 1 by a. Okay, so a takes values 0 to 1. Okay, so a takes values 0 to 1. So when a equal to 0, the value of z will be infinity. So a takes value 0 to 1. So unit circle അകത്തുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. So 1 by a എന്ന് പറയുമ്പോൾ it is greater than unity. Okay, greater than unity ആണ്. So z is equal to 1 by a. This 1 by a is greater than unity. So this term will be 0 because the poles lies outside the unit circle. So the second term will become 0. അതായത് residue of ഈ term will become 0. Now we have to find residue of h of z inverse at z equal to a.
then residue method. Okay, അതിന്റെ സിഗ്മ ഇ സ്ക്വയർ ഈ ഒരു ടേം ഉണ്ടാവില്ല, residue of this term at z equal to a plus residue of same term at z equal to 1 by a. Z equal to 1 by a, 1 by a greater than 1 ആയതുകൊണ്ട് outside the unit circle ആവും. So poles outside the unit circle is not considered because we are considering only inside the unit circle. So sigma e into for z equal to a എന്ന് വരുമ്പോൾ we have ഒരു റൂട്ടും കൂടി നമുക്ക് കിട്ടി, z equal to a എന്നുള്ള റൂട്ട്. സോ z equal to a എന്ന് പറയുമ്പോൾ z minus a into this term. Okay, z minus a into this term, that is 1 minus a all square z inverse by z minus a into z minus z inverse minus a. Okay, plus 0. Then next sigma square is equal to z minus a cancel edu. Then 1 minus a all square z inverse by z minus 1 minus a. Okay, from here ഞാൻ z ഇൻവേഴ്സിന് വാല്യൂ കൊടുത്തു. z ഇൻവേഴ്സിന് ഞാൻ കൊടുത്തു എന്താന്ന് വെച്ചാൽ ഈക്വൽ ടു z. ഓക്കെ, z ഇൻവേഴ്സിന് z ഞാൻ വാല്യൂ കൊടുത്തു ആസ് എ, z-ന് a എന്ന് വാല്യൂ കൊടുത്തു. സോ വി ഗെറ്റ് 1 മൈനസ് a സ്ക്വയർ a ഇൻവേഴ്സ് പറയുമ്പോൾ ഡിവൈഡ് ബൈ a എന്ന് വരും. ആൻഡ് ഓൾസോ ദിസ് ഈസ് a ഇൻവേഴ്സ് മൈനസ് a എന്ന് വരും. സോ ഡിവൈഡ് ബൈ a. So we get 1 minus a square. Okay, ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ 1 minus a square എന്ന് വരുന്നു, പ്ലസ് ഈ z ഇൻവേഴ്സ് a ഇൻവേഴ്സ് വരും. ഓക്കെ, a ഇൻവേഴ്സ് ആണ് 1 by a. 1 by a മീൻസ് 1 minus a by a എന്ന് വരും. ഓക്കെ, 1 by a എന്ന് പറയുമ്പോൾ 1 minus, ഓക്കെ 1 minus a square by a എന്ന് വരും. ഇവിടെയും ഒരു a ഇൻവേഴ്സ് വരും. സോ ഈ a ഇൻവേഴ്സും അടിയിലുള്ള a ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ we get 1 minus a square. ഓക്കെ, അതായത് z ഈക്വൽ ടു a എന്ന് കൊടുത്ത് ഇവിടെയും z ഈക്വൽ ടു a എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 1 മൈനസ് a സ്ക്വയർ എന്ന് വരും ഡിനോമിനേറ്ററിൽ, നോ മൈനസ് 1 മൈനസ് a ഓൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഈ ഒരു ഫോർമാറ്റ് ഒന്ന് സിഗ്മ ഇ സ്ക്വയർ 1 മൈനസ് a ദി ഓൾ സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് a സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് a ഇൻറ്റു 1 പ്ലസ് a എന്നുള്ള ഫോർമാറ്റിലാണ്, a പ്ലസ് b ഇൻറ്റു a മൈനസ് b. സോ 1 മൈനസ് a ഇൻറ്റു 1 പ്ലസ് a. സോ ഇതിൽ നിന്ന് ഒരു 1 മൈനസ് a ഡിനോമിനേറ്റർ 1 മൈനസ് a ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് 1 മൈനസ് a ബൈ 1 പ്ലസ് a എന്ന് കിട്ടും. Okay, so this is the final answer. So sigma is epsilon square is equal to, where sigma e square ന്റെ വാല്യൂ എങ്ങനെ വരുന്നത്? Okay, epsilon square is equal to sigma e square minus a by 1 plus a, where sigma e square is equal to 2 raised to minus 2b by 12. Okay, ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂസ് ആണ് അല്ലേ. Then next there is another problem, find the steady state variance. സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് y of n ഈ ഫോമാറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എന്ത് h of z ന്റെ ഫോമാറ്റിലോട്ട് കാണണം, കാരണം വി ഹാവ് ടു ഫൈൻഡ് h of n. സോ ഈ y of n ഞാൻ എന്ത് ചെയ്തു, z ഇൻവേഴ്സ് എടുത്തു, z ട്രാൻസ്ഫോം എടുത്തു. സോ വി ഗെറ്റ്, ഓക്കെ, y of n z ട്രാൻസ്ഫോം എടുത്തു, ബോത്ത് സൈഡ് z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വി ഗെറ്റ് y of z is equal to a into z inverse y of z plus x of z. From here ഈ ഒരു a ഇൻവേഴ്സ് y of z നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, ഇവിടെ h of z അങ്ങനെ വെച്ചു, എന്നിട്ട് ഇവിടുന്ന് y of z നെ പുറത്തെടുത്തു. സോ വി ഗെറ്റ് എക്സ് ഓഫ് സെഡ് എന്നിട്ട് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ 1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സൈഡിൽ y of z നെ പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് a z ഇൻവേഴ്സ് വരും. സോ 1 by 1 മൈനസ് a z ഇൻവേഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു z ഇൻവേഴ്സിനെ 1 by z എന്ന് കൊടുക്കാം. സോ വി ഗെറ്റ് z മൈനസ് a, ഒരു z മേലെ പോകും. സോ z by z മൈനസ് a എന്നുള്ള ഫോർമാറ്റിൽ കിട്ടും h of z. ഓക്കെ, ദെൻ h of z കിട്ടി. ഇനി h of z ഇൻവേഴ്സ് കാണണം. h of z ഇൻവേഴ്സ് എന്നുള്ളത് z is replaced by z ഇൻവേഴ്സ്. സോ വി ഗെറ്റ് z ഇൻവേഴ്സ് മൈനസ് a, z ഇൻവേഴ്സ് ബൈ z ഇൻവേഴ്സ് മൈനസ് a. ഇനി നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് സിഗ്മ സ്ക്വയർ 1 by 2 pi h of z എന്ന് പറഞ്ഞാൽ z by z minus a into z inverse by z inverse minus a into z inverse dz എന്ന് കിട്ടും. ഓക്കെ, ഫ്രം ഹിയർ z into z inverse. ഓക്കെ, ഇവിടെ z into z inverse ഉണ്ടാവും, ഇറ്റ് വിൽ ബി 1. അപ്പോൾ ഈ ഒരു z inverse മാത്രമേ ഉണ്ടാവുള്ളൂ. സോ z inverse by z minus a into z inverse minus a. ഓക്കെ, ഇനി നമുക്ക് റെസിഡ്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ into residue of this term at z equal to a plus residue of this term at z is equal to 1 by a. So this is equal to 0.
since this value 1 by a is greater than 1, then next ഈ value ആകുമ്പോൾ z minus a, at z equal to a എന്നുള്ള റൂട്ട് വരുമ്പോൾ പോൾ വരുമ്പോൾ we have z minus a here. So sigma e square z minus a into z inverse z minus a into z inverse minus a. Z minus a cancel ചെയ്തു. Then put z equal to a. നമ്മൾ z equal to a എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. So sigma e square is equal to a inverse by a inverse minus a എന്ന് വരും. Then ഇവിടെ a inverse എന്ന് പറഞ്ഞു ഇവിടെ എന്ത് വരും a inverse എന്നുള്ളത് 1 by a. So that is 1 minus a square by a എന്ന് വരും. So a inverse aയും cancel ചെയ്യുമ്പോൾ we get 1 by 1 minus a square എന്ന് വരും. Okay. So that's about this problem. Okay. So that's all about today's section. Okay, thank you. Have a nice day.